ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്തെടുക്കാം. ക്യാബേജ്, ക്യാരറ്റ്, ഇത്രയേ ഉള്ളൂ. ഈസി ഫ്രൈഡ് റൈസ് പെട്ടെന്ന് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള എൻ്റെ ഒരു കുഞ്ഞ് വെർഷൻ. ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് രാവിലെ ആണെങ്കിൽ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി, ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അതിന് ഞാനൊരു പാത്രത്തിനകത്ത് കുറച്ച് തോനെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഊറ്റി കളയേണ്ട വെള്ളമാണ്, ഒഴിവാക്കേണ്ട, അരിപ്പയ്ക്കകത്ത് ഒഴിവാക്കി എടുക്കേണ്ട വെള്ളം ആയതുകൊണ്ടാണ് തോനെ വെക്കുന്നത്, ചോറ് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇടുക. എന്നിട്ട് അതിലേക്ക് പിന്നെ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇത് റിഫൈൻഡ് ഓയിൽ ഏതാണോ ഉള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ അങ്ങനെയൊക്കെ ഉള്ളത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ബട്ടർ ചേർക്കാം. ഞാൻ അതിൻ്റെ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ബട്ടർ ഇട്ടിട്ട് ഫ്രൈഡ് റൈസ് വെച്ച് കഴിഞ്ഞാൽ. എല്ലാവരും വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ടൊക്കെയാണ് വെക്കുന്നത്. പക്ഷേ നിങ്ങളൊരു തവണ ബട്ടർ ഇട്ടിട്ടൊന്ന് വെച്ച് നോക്കാം. വെള്ളം നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചോറിട്ട് കൊടുക്കും, അരി ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്നാവും. 80% മാത്രമേ ഇത് വേവാവൂ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. കണ്ടല്ലോ, ഈ അരി നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ അരി ഇത്രയും വേവാവും. ഒരു മുക്കാൽ മാക്സിമം നിങ്ങൾ അരി ഇട്ട് അരി തിളച്ച് കഴിഞ്ഞ് മാക്സിമം കൂടിപ്പോയി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്. അതിൽ കൂടുതൽ അരി വേവിക്കുകയേ ചെയ്യരുത്. അത് നിങ്ങളുടെ 15 മിനിറ്റിന് ഞാൻ പറഞ്ഞത് എനിക്ക് 15 മിനിറ്റ് സമയം വേണ്ടി വന്നു. പക്ഷേ അരി ഒന്നൊന്നേരം ഒട്ടാതെ കണ്ടോ, 80% വേവായിട്ടുണ്ട്. ഇനി ഞാൻ അരിക്കയിലേക്ക് ഊറ്റണം. അപ്പോൾ നിങ്ങളുടെ അരിയുടെ വേവ് ഇടയ്ക്ക് നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൽ നിന്ന് ഒരു അരി എടുത്ത് വായിലിട്ട് ഒന്ന് ചവച്ച് നോക്കുമ്പോൾ അറിയാം ഒരു 80% വേവ് എന്ന് വെച്ചാൽ അരിയുടെ ആ ഉൾഭാഗത്തെ പച്ച അരി കടിക്കുന്ന ആ ഒരു അങ്ങ് മാറിക്കിട്ടിയാൽ മാത്രം മതി. ഓവറിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് കുഴഞ്ഞു പോകും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇനി ഞാൻ ഊറ്റിയിട്ട് കാണിക്കാം ബാക്കി എങ്ങനെയാണ്. ഞാൻ അരി ഊറ്റിയിട്ടുണ്ട്. കണ്ടോ ചോറ് കുഴയാതെ കിട്ടണം. 80% ചോറ് വേകാവൂ. 100% ചോറ് വേവരുത്. ഇനി നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് നേരം ഇതാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഞാനൊരു ഇതിനകത്തോട്ട് ഊറ്റിയതേ ഉള്ളൂ. ഇനി ചോറിന് ഈ അരിപ്പയ്ക്കകത്ത് തന്നെ നിങ്ങൾ വെച്ചേക്കരുത്. അന്നേരം തന്നെ നിങ്ങളൊരു പ്ലേറ്റിലേക്ക് ഇതിനെ നിരത്തി മാറ്റണം. ഞാൻ പറഞ്ഞല്ലോ, ഫ്രൈഡ് റൈസിൻ്റെ ചോറ് നമുക്ക് നല്ല തണുത്ത് കിട്ടണം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ നിരത്തി വെക്കുക. നിങ്ങൾക്ക് നിരത്തി വെച്ചിട്ട് ഇപ്പം ഈ ചൂടൊന്ന് ഇത് അടങ്ങിയതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ചോറ് നല്ല തണുത്തിരിക്കും. എങ്ങനെയായാലും ചോറ് നല്ല തണുക്കണം. അപ്പോൾ ചോറ് ഒട്ടാതെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും, ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ചോറ് ഒട്ടിയിട്ടില്ല, ഇനി ഒട്ടും ഒട്ടത്തില്ല ഈ ചോറ്. കണ്ടോ? അപ്പോൾ ഇതിരുന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് ബാക്കി ഇതിൻ്റെ മെത്തേഡ് കണ്ടിട്ട് വരാം. ഞാൻ എഗ്ഗിൻ്റെ ഫ്രൈഡ് റൈസാണ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു പാനിനകത്ത് ഓയിൽ വെച്ചിട്ട് കുറച്ച് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഞാൻ ഒരു മുട്ടയുടെ അളവാണ് കാണിക്കുന്നത്. ഉപ്പും കുരുമുളകും ഇട്ട് കൊടുത്തിട്ട് ഈ മുട്ടയെ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ്ട് മുട്ട ഈ പരിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിനി ഇത് ചിക്കൻ വെച്ചാൽ ചെയ്യണമെങ്കിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ട് ചെറിയ ക്യൂബ്സായിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അത് ബട്ടറിനകത്തോ റിഫൈൻഡ് ഓയിലിനകത്തോ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ വേവിക്കുന്നവരെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ മിക്സഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രോൺസോ ബീഫോ എന്താണെങ്കിലും അങ്ങനെ ഒന്ന് ആദ്യമേ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ചതിന് ശേഷം മാറ്റി വെക്കാം. ഇത് ഞാൻ മുട്ടയാണ്. മുട്ട കണ്ടില്ല, പാലിനകത്ത് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു മുട്ട ഇട്ടു, അതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ടു, ഇങ്ങനെ മിക്സാക്കി വെക്കുക. ഇങ്ങനെ നമ്മൾ സ്ക്രാമ്പിൾ ആക്കത്തില്ലേ, അതേപോലെ ആക്കി എടുക്കുക. ഇതിനി മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ പാൻ വയ്ക്കുക. ഫ്രൈഡ് റൈസ് വെക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് വലിയ പാൻ തന്നെ വെക്കണം. നിങ്ങളിലുള്ളതിൽ ഏറ്റവും വലിയ പാൻ തന്നെ ഫ്രൈഡ് റൈസിന് വെക്കുക. കാരണം ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്യുന്ന സമയത്ത് നിറച്ചിട്ട് മിക്സ് ചെയ്യരുത്. അതിലേക്ക് ഞാൻ ബട്ടറാണ് ചേർത്തത്. ബട്ടർ ചേർക്കുക. അതിലേക്കൊരു വലിയ വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം എപ്പോഴും ഈ ഇങ്ങനെയുള്ള ഫ്രൈഡ് റൈസ് അതേപോലെ ചില്ലി ചിക്കനൊക്കെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ ചെയ്യണം. വേഗം ചെയ്തെടുക്കണം. വെളുത്തുള്ളി ഇട്ടു. അതിലേക്ക് നമ്മൾ സ്പ്രിങ് ഓണിയൻ ഇല്ലേ, ഉള്ളിത്തണ്ടിൻ്റെ വെള്ള ഭാഗം ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു കപ്പ് അരിയായതുകൊണ്ടാണ് കുറച്ചിടുന്നത്. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾ കൂട്ടി എടുക്കണം. അതൊന്ന് സോട്ട് ചെയ്യുക. അതിലേക്ക് വെജിറ്റബിൾ ഞാൻ കൊടുക്കുന്ന വെജിറ്റബിൾ ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം. ഇനി ബീൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബീൻസ് ഇടാം. ഞാൻ എൻ്റെ ബീൻസ് ഇല്ലാത്തതുകൊണ്ട് ഇടാത്തത്. അതേപോലെ ക്യാപ്സിക്കം ഓപ്ഷനിലാണ്, നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇളക്കണം. ഇതങ്ങ് വെന്ത് പോവുകയൊന്നും വേണ്ട. ഇതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഞാൻ എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്, മുട്ട കൊണ്ടുള്ള ഫ്രൈഡ് റൈസ്. നിങ്ങൾക്കിത് ചിക്കൻ വെച്ചാക്കണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ചിക്കൻ ചെറിയ പീസായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം
ബട്ടറിനകത്തോ റിഫൈൻഡ് ഓയിലിനകത്തോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇനി മിക്സഡ് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രോൺസോ ബീഫോ അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇട്ട് ചെയ്യാം. ഞാനിതിൽ വെജിറ്റബിളോടെ എഗ്ഗാണ് ചേർക്കുന്നത്. മുട്ട എഗ്ഗിൻ്റെ ഫ്രൈഡ് റൈസാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഇത്തിരി ഓയിൽ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആ പാൻ വയ്ക്കുക. ഫ്രൈഡ് റൈസ് വെക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് വലിയ പാൻ തന്നെ വെക്കണം. നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഏറ്റവും വലിയ പാൻ തന്നെ ഫ്രൈഡ് റൈസിന് വെക്കുക. കാരണം ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്യുന്ന സമയത്ത് നിറച്ചിട്ട് മിക്സ് ചെയ്യരുത്. അതിലേക്ക് ഞാൻ ബട്ടറാണ് ചേർത്തത്. ബട്ടർ ചേർക്കുക. അതിലേക്കൊരു വലിയ വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം എപ്പോഴും ഈ ഇങ്ങനെയുള്ള ഫ്രൈഡ് റൈസ് അതേപോലെ ചില്ലി ചിക്കനൊക്കെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ ചെയ്യണം. വേഗം ചെയ്തെടുക്കണം. വെളുത്തുള്ളി ഇട്ടു. അതിലേക്ക് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ഇല്ലേ, ഉള്ളിത്തണ്ടിൻ്റെ വെള്ള ഭാഗം ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു കപ്പ് അരി ആയതുകൊണ്ടാണ് കുറച്ചിടുന്നത്. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾ കൂട്ടി എടുക്കണം. അതൊന്ന് സോട്ട് ചെയ്യുക. അതിലേക്ക് വെജിറ്റബിൾ ഞാൻ കൊടുക്കുന്ന വെജിറ്റബിൾ ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം. ഇനി ബീൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബീൻസ് ഇടാം. ഞാൻ എൻ്റെ ബീൻസ് ഇല്ലാത്തതുകൊണ്ട് ഇടാത്തത്. അതേപോലെ ക്യാപ്സിക്കം ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇളക്കണം. ഇതങ്ങ് വെന്ത് പോവുകയൊന്നും വേണ്ട. ഇതിൻ്റെ പച്ച ടേസ്റ്റ് അത് മാറി കിട്ടിയാൽ മതി. കണ്ടല്ലോ എൻ്റെ റൈസ് ഇരിക്കുന്നുണ്ടല്ലോ, കണ്ടല്ലോ ഒന്നൊന്നായിട്ടാണ് റൈസ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ റൈസ് ഫുള്ള് ഇതിലേക്ക് ചേർക്കുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കണം, പാത്രം വലുതായിരിക്കണം. നിങ്ങൾക്ക് എൻ്റെ ക്യാമറയ്ക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സറിയെ ക്ഷമിക്കണം. എന്നിട്ട് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്യണം. വേഗം നല്ല തീയിലിട്ട് പെട്ടെന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ ഒരു ഭാഗത്ത് പോലും ചോറ് സെപ്പറേറ്റായിട്ട് വെളുത്തിരിക്കാൻ പാടില്ല. ചോറ് വെളുത്തിരിക്കുന്നെങ്കിൽ അതിൻ്റെ മിക്സിങ് കറക്റ്റല്ല എന്നാണ് അതിനർത്ഥം. നിങ്ങൾക്കിത് പ്യുവർ വൈറ്റായിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ സോസുകളുടെ ഇതൊക്കെ ഇതാക്കി മാറ്റി എടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ചോറ് ഒരിടത്തും വെളുത്തിരിക്കരുത്. ചോറ് എല്ലാ ഭാഗവും അതിൻ്റെ മസാലകൾ പിടിച്ചിരിക്കണം. എനിക്ക് ഉറക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചുമ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ഉള്ളിത്തണ്ടിൻ്റെ പച്ച ഭാഗവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ വെജിറ്റബിളായിട്ട് ബീൻസ് ചേർക്കാം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബീൻസ് ചേർക്കാത്തത്. നിങ്ങൾക്ക് ബീൻസ് വേണമെങ്കിൽ ബീൻസ് ചേർക്കാം. ബീൻസ് വേണമെങ്കിൽ നല്ല ബീൻസ് ചേർക്കാം. അപ്പം കണ്ടല്ലോ, ഇതിൻ്റെ ഇപ്പോൾ എല്ലാ ഭാഗത്തും മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് കണ്ടോ, ചോറ് ഒരെണ്ണം പോലും ഉടഞ്ഞിട്ടില്ല. നമ്മൾക്ക് ഇങ്ങനെ തന്നെ വേണം ഫ്രൈഡ് റൈസ് കിട്ടാനെ കൊണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇതിങ്ങനെ വേണം നമുക്ക് ഫ്രൈഡ് റൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സോയാ സോസിൻ്റെയൊക്കെ ഫ്ലേവർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് കൂട്ടാം കേട്ടോ. അപ്പോൾ അതുപോലെ പഞ്ചസാര ഒരുപാട് വാരി ഇടരുത്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഉള്ളിയുടെ ഗ്രീൻ ഭാഗവും കൂടെ ചേർത്തിട്ട് അടച്ചിടും. ഓക്കെ, കഴിയും. ഇത്രയേ ഉള്ളൂ. ഈസി ഫ്രൈഡ് റൈസ് പെട്ടെന്ന് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള എൻ്റെ ഒരു കുഞ്ഞ് വെർഷൻ. അപ്പം നിങ്ങളിതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇത് ഞാൻ ചില്ലി ചിക്കൻ്റെ കൂടാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.